ഭഗവാൻ തുടരുകയാണ് ധ്രുവനോട്. നിന്റെ ജ്യേഷ്ഠ സഹോദരനായ ഉത്തമൻ നായാട്ടിനായി കാട്ടിൽ പോകുമ്പോൾ അവിടെ വെച്ച് കൊല്ലപ്പെടും. പുത്രസ്നേഹാർത്ഥയായ അമ്മ അവനെ അന്വേഷിച്ച് കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കാട്ടുതീയിൽപ്പെട്ട് അവളും മരിക്കും. അങ്ങനെയാണ് രാജ്യത്തിൻ്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പോകുന്നത്. ഭഗവത് ഉപാസനയിലൂടെ ഭഗവത് അനുഗ്രഹം നേടിക്കഴിഞ്ഞാൽ സകല ശത്രുക്കളും താനേ ഇല്ലാതെയായിക്കൊള്ളും. ശത്രു സംഹാരത്തിനായി കൊണ്ട് ഭഗവാനെ ഉപാസിക്കേണ്ടുന്ന ആവശ്യമില്ല. സ്വാഗ്രഹ പൂർത്തീകരണത്തിനായി കൊണ്ട് ഭഗവാനെ ഉപാസിച്ചാൽ മതി. നമ്മുടെ ആഗ്രഹം എന്താണോ അതിനു വേണ്ടി ഭഗവാനെ ഉപാസിച്ചാൽ മതി. നെഗറ്റീവായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഭഗവാനെ ഉപാസിക്കണമെന്നില്ല. പോസിറ്റീവായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഉപാസിച്ചാൽ ആ പോസിറ്റീവായിട്ടുള്ള കാര്യം സാധ്യമാക്കി തരുവാൻ വേണ്ടതെല്ലാം താനേ സംഭവിച്ചു കൊള്ളും. അതിന് ഓരോന്നോരോന്നിനായി നമ്മൾ ഉപാസിക്കേണ്ട ആവശ്യമില്ല. സുരുചിയുടെ മകൻ മരിക്കണം, അതിനൊരു ഉപാസന. സുരുചി ഇല്ലാതാകണം, അതിനൊരു മറ്റൊരു ഉപാസന. അച്ഛൻ തനിക്ക് അനുകൂലമാകണം, അതിനും ഇനിയൊരു ഉപാസന. അങ്ങനെയൊന്നും ആവശ്യമില്ല. അപ്പം നമ്മുടെ ആഗ്രഹം എന്താണോ അതറിയണം. നമ്മുടെ ആഗ്രഹം എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മളോടൊപ്പം നമ്മൾ കുറച്ച് നേരം ഇരിക്കണം. നമ്മളോടൊപ്പം നമ്മൾ കുറച്ച് നേരം ഇരുന്ന് നമ്മുടെ ചിന്താഗതികളെ സസൂക്ഷ്മം നിഷ്പക്ഷമായിട്ട് വിശകലനം ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആഗ്രഹം എന്താണ് എന്നുള്ളത് തിരിച്ചറിയുവാൻ സാധിക്കുക. നമ്മുടെ പല ആഗ്രഹങ്ങളും പുറമേ നിന്ന് പല മാർഗങ്ങളിലൂടെ അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ആഗ്രഹ പൂർത്തീകരണത്തിലൂടെ ഉണ്ടാകുന്ന സന്തോഷം അത്ര മധുരമല്ലാതെയായി പോകുന്നത്. അതുകൊണ്ട് നമ്മളോടൊപ്പം നമ്മൾ ഇരുന്ന് നമ്മളെ കുറച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാകും. വേണ്ടത് എന്തുമായിക്കോട്ടെ, അത് സകാമം നിഷ്കാമം എന്നൊന്നും ക്ലാസിഫൈ ചെയ്യണ്ട. നല്ലത് ചീത്ത അങ്ങനെ യാതൊരു വിധത്തിലുള്ള ക്ലാസിഫിക്കേഷനും വേണ്ട. എൻ്റെ ആഗ്രഹം ഇന്നതാണ്, അത് എൻ്റേത് തന്നെ ആയിരിക്കണം. അത് സാധിക്കാൻ ഭഗവാനെ ഉപാസിക്കുക. ഭഗവതിയെ ഉപാസിച്ചാലും മതി. ഭഗവാനും ഭഗവതിയും ഒക്കെ ഒന്ന് തന്നെയാണ്. ഉപാസിക്കുക. ഉപാസിക്കുമ്പോൾ ഭഗവത് അനുഗ്രഹം കാരണം ആ ആഗ്രഹം സഫലമാകും. ഭഗവാൻ നമ്മൾ ആഗ്രഹിച്ചത് മാത്രമല്ല തരിക, അതിൽ കൂടുതലാണ് തരിക, ധാരാളമാണ് തരിക. അച്ഛൻ്റെ മടിയിൽ കയറി ഇരിക്കുവാനുള്ള അവകാശം പുനഃസ്ഥാപിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ അതല്ല ഉണ്ടായത്. ഒരിക്കലും ഇറങ്ങി പോകേണ്ടാത്തതായിട്ടുള്ളൊരിടം, എല്ലാ പ്രകാശരാശികളും പ്രദക്ഷിണം ചെയ്യുന്നൊരിടം ദേഹ വിയോഗാനന്തരം ധ്രുവന് കൊടുക്കുകയാണ് ഭഗവാൻ. സദേഹനായിരിക്കുമ്പോൾ 36,000 സംവത്സരക്കാലം സുഭിക്ഷതയോടുകൂടിയിട്ടുള്ള രാജ്യഭാരം. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ സുരുചിയും മകനും വഴിമാറിക്കൊടുക്കണം. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, നിന്റെ ജ്യേഷ്ഠ സഹോദരനായ ഉത്തമൻ നായാട്ടിനായി കാട്ടിൽ പോകുമ്പോൾ അവിടെ വെച്ച് കൊല്ലപ്പെടും. തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. പുത്രസ്നേഹാർത്ഥയായ അമ്മ അവനെ അന്വേഷിച്ച് കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കാട്ടുതീയിൽപ്പെട്ട് അവളും മരിക്കും. അപ്പോൾ സുരുചിയുടെ മരണത്തിന് കാരണം മറ്റാരുമല്ല, സുരുചി തന്നെയാണ്. തൻ്റെ പുത്രനോടുള്ള അന്ധമായ അമിതമായ മമതയാണ് വാസ്തവത്തിൽ ഇവിടെ സുരുചിയുടെ മരണകാരണം. ശരിക്കും ഈ അമ്മ ഇറങ്ങി അന്വേഷിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഉത്താനപാദനോട് പറഞ്ഞ് രാജ്യത്തിലെ ഭടന്മാരെ നാനാ ദിക്കുകളിലേക്കും വിട്ടാൽ മതി, കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല. മമതയുടെ ഊക്കുകൊണ്ട് അമ്മ സ്വയം അന്വേഷിച്ച് കാട്ടിപ്പോവുകയാണ്. ആ കാട്ടുതീയിൽപ്പെട്ട് അവളും മരിക്കും. അങ്ങനെയാണ് രാജ്യത്തിൻ്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പോകുന്നത്. അങ്ങനെയാണോ നിനക്ക് രാജ്യത്തിൻ്റെ അവകാശം വേണ്ടത് എന്നല്ല ചോദിച്ചത്. അങ്ങനെയാണ് രാജ്യത്തിൻ്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പോകുന്നത്. തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഇത് വായിക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് റോബർട്ട് സപ്പോൾസ്കിയുടെ
ഡിറ്റർമിൻഡ് എന്നുള്ളൊരു ബുക്കാണ്. അദ്ദേഹം ഒരു വലിയ സയൻറ്റിസ്റ്റാണ്, ന്യൂറോളജിസ്റ്റാണ്. ഡിറ്റർമിൻഡ്, എല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ബ്രെയിനിൻ്റെ ഭാഷയിലാണ് അദ്ദേഹം അത് സ്ഥാപിക്കുന്നത്. ന്യൂറോൺസിൻ്റെയും തലച്ചോറിലെ പല ഘടകങ്ങളുടെയും വിശദീകരണത്തിലൂടെയാണ് അദ്ദേഹം അത് സ്ഥാപിക്കുന്നത്. ഡിറ്റർമിൻഡ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ അങ്ങനെയാണ് രാജ്യത്തിൻ്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി രാജ്യം നിനക്ക് കിട്ടുമല്ലോ അത് കഴിഞ്ഞാൽ. അപ്പം നീ എന്ത് ചെയ്യണം? വേദസ്വരൂപനും യജ്ഞപ്രിയനുമായ എന്നെ അനേകം സമ്പൂർണ്ണ യജ്ഞങ്ങളെ കൊണ്ട് പൂജിക്കുകയും ഈ ലോകത്തിൽ കിട്ടാവുന്ന എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കുകയും ചെയ്ത ശേഷം അവസാന കാലത്ത് നീ എന്നെ വേണ്ടതുപോലെ സ്മരിക്കും. എന്തൊരു അനുഗ്രഹമായി കൊടുക്കുന്നത്! ഭഗവാന്റെ ആ ധാരാളിത്വത്തിൻ്റെ ഉത്തമോദാഹരണം. ഭഗവാൻ പറയുകയാണ്, വേദസ്വരൂപനും യജ്ഞപ്രിയനുമായ എന്നെ അനേകം സമ്പൂർണ്ണ യജ്ഞങ്ങളെ കൊണ്ട് പൂജിക്കുകയും ഈ ലോകത്തിൽ കിട്ടാവുന്ന എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കുകയും ചെയ്ത ശേഷം. അപ്പം ഭഗവാൻ പറയുകയാണ്, നീ എന്നെ യജിക്കണം, അതോടൊപ്പം തന്നെ ജീവിതത്തിലെ കിട്ടാവുന്ന എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കുകയും വേണം. അല്ലാതെ സുഖഭോഗങ്ങളിലൊന്നും ഭ്രമിക്കാതെ എന്നെ മാത്രം സേവിച്ചുകൊണ്ട് രാജ്യം ഭരിക്കണം എന്നല്ല പറഞ്ഞത്. എന്നെ സേവിക്കണം. യജ്ഞാദികൾ സമ്പൂർണ്ണ വേദസ്വരൂപനും യജ്ഞപ്രിയനുമായ എന്നെ അനേകം സമ്പൂർണ്ണ യജ്ഞങ്ങളെ കൊണ്ട് പൂജിക്കണം. അപ്പം എന്തുണ്ടാവും? എൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ എല്ലാ സുഖഭോഗങ്ങളും ലഭിക്കും. അതനുഭവിക്കുകയും വേണം. അങ്ങനെ വന്നാൽ ചിലപ്പം ഈ സുഖഭോഗങ്ങളിൽപ്പെട്ട് ഉലഞ്ഞാൽ ഭഗവാനെ സ്മരിക്കാതാകുമോ? ഭഗവാൻ പറയാം, അത് പേടിക്കൊന്നും വേണ്ട, അവസാന കാലത്ത് നീ എന്നെ വേണ്ടതുപോലെ സ്മരിക്കും. ഈ സ്മരണ ഉണരുന്നത് പോലും ഭഗവത് അനുഗ്രഹം കാരണം. ഇവിടെ ഭഗവാൻ ആൻറ്റി ലൈഫ് അല്ല. ഭാരതീയ മഹർഷീശ്വരന്മാരുടെ ഈശ്വരോന്മുഖമായ പ്രയാണം ജീവിത നിരാസം അല്ല. ഭഗവാൻ അനുഗ്രഹിക്കുമ്പോൾ ജീവിത സുഖാനുഭവങ്ങൾ ലഭിക്കുകയാണ് ചെയ്യുക. ആ സുഖാനുഭവങ്ങൾ അനുഭവിക്കുമ്പോൾ, സുഖഭോഗങ്ങൾ അനുഭവിക്കുമ്പോൾ ഭഗവാനെ സ്മരിക്കുകയും വേണം. അപ്പോൾ ഭഗവത് സ്മരണയോടുകൂടിയ ജീവിതമാണ് ഇവിടെ വ്യാസഭഗവാൻ നമ്മുടെ മുമ്പിലേക്ക് വരച്ചു കാണിച്ചു തരുന്നത്. ഭഗവാനാണ് ഈ പറയണത്, നൺ ലെസ് ദാൻ ദി ആബ്സല്യൂട്ട്. അദ്ദേഹമാണ് ഈ പറയണത്, എന്നെ പൂജിക്കണം, ഈശ്വരനെ ആരാധിക്കണം, ഈശ്വരാനുഗ്രഹം കൊണ്ട് ലഭിക്കുന്നത് അനുഭവിക്കണം. അവസാന കാലത്ത് നീ എന്നെ വേണ്ടതുപോലെ സ്മരിക്കും. നീ എന്നെ വേണ്ടതുപോലെ സ്മരിക്കും. എന്തൊന്നാണോ അവസാന കാലത്ത് സ്മരിക്കുന്നത് അതിനോട് ചേരുകയാണ് ചെയ്യുക എന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്നു. മരണസമയത്ത് സ്മരിക്കുന്നത് എന്തോ അതാണ് ആയിത്തീരുക. അപ്പോൾ ഇവിടെ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്, അവസാന കാലത്ത് നീ എന്നെ വേണ്ടതുപോലെ സ്മരിക്കും. ഇതല്ലേ നമ്മളും പ്രാർത്ഥിക്കേണ്ടത്, ഇതിനു വേണ്ടിയല്ലേ നമ്മളും തപസ്സനുഷ്ഠിക്കേണ്ടത്. ഭഗവത് അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ധാരാളിത്തം ഉണ്ടാവുകയും ആ ധാരാളിത്തത്തെ വേണ്ടതുപോലെ ഈശ്വര സ്മരണയോടുകൂടി അനുഭവിക്കാൻ സാധിക്കുകയും ജീവിതാവസാനത്തിൽ മരണസമയത്ത് ഭഗവാനെ സ്മരിക്കുകയും ചെയ്യാൻ സാധിക്കുക. അതല്ലേ ജീവിതത്തിലെ പരമപ്രധാനമായ കാര്യം. അതാണ് ധ്രുവന്റെ കഥയിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ആ ഭാഗം ഒന്നും കൂടി കേൾക്കേണ്ടതാണ്. വേദസ്വരൂപനും യജ്ഞപ്രിയനുമായ എന്നെ അനേകം സമ്പൂർണ്ണ യജ്ഞങ്ങളെ കൊണ്ട് പൂജിക്കുകയും ഈ ലോകത്തിൽ കിട്ടാവുന്ന എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കുകയും ചെയ്ത ശേഷം അവസാന കാലത്ത് നീ എന്നെ വേണ്ടതുപോലെ സ്മരിക്കും. ശരീരനാശാനന്തരം ഋഷിലോകത്തിനും മുകളിലായി സ്ഥിതി ചെയ്യുന്നതും സകല ലോകരാലും പൂജിക്കപ്പെടുന്നതുമായ എൻ്റെ ലോകത്തെ നീ പ്രാപിക്കും. അതാണ് ധ്രുവലോകം. അതും ഭഗവാന്റെ ലോകം തന്നെയാണ്. ആ ലോകത്തെ നീ പ്രാപിക്കും.
അവിടെ പ്രവേശിക്കുന്ന യതിവര്യന് പുനർജന്മമില്ല. അവൻ പിന്നീട് ഈ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നതല്ല, പൂർണ്ണമായ മുക്തിയിലേക്ക് എത്തിച്ചേരും. മൈത്രേയൻ കഥ തുടരുകയാണ് വിതുരരോട്. മൈത്രേയ ഉവാച. മൈത്രേയൻ പറഞ്ഞു, ഇപ്രകാരം ധ്രുവകുമാരനാൽ സംപൂജിതനായ ഭഗവാൻ ശ്രീനാരായണൻ തൻ്റെ സ്ഥാനത്തെ സ്വഭക്തന് പ്രദാനം ചെയ്ത ശേഷം ബാലനായ അവൻ നോക്കി നിൽക്കെ ഗരുഡാരൂഢനായി വൈകുണ്ഠലോകത്തിലേക്ക് പോയി. പ്രത്യക്ഷനായ ഭഗവാൻ അന്തർധാനം ചെയ്യും. എല്ലാം നിരന്തര മാറ്റങ്ങൾക്ക് വിധേയമാണ്. നിരന്തര മാറ്റങ്ങൾക്ക് വിധേയമായ ഈ ലോകത്തെ അതറിഞ്ഞുകൊണ്ട് ആസ്വദിക്കുകയാണ് വേണ്ടത് എന്നും വ്യാസഭഗവാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഭഗവാൻ പ്രത്യക്ഷനായി ഈ പ്രത്യക്ഷമാകൽ സ്ഥിരമാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ധ്രുവൻ നിൽക്കുന്നതെങ്കിൽ ധ്രുവന് ദുഃഖം ഉണ്ടാവും. ഇതില്ലാതായിത്തീരുന്നത് എപ്പോഴാണ് എന്ന ആങ്സൈറ്റിയോടുകൂടി, ആകാംക്ഷയോടുകൂടിയാണ് ധ്രുവൻ നിൽക്കുന്നതെങ്കിലും ധ്രുവന് ദുഃഖമുണ്ടാകും. ദുഃഖമില്ലാതെ അത് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഇത് മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ളതിനെ ഉള്ളപ്പോൾ ഉള്ളതുപോലെ അനുഭവിക്കുകയാണ് വേണ്ടത്. ഇപ്രകാരം ധ്രുവകുമാരനാൽ സംപൂജിതനായ ഭഗവാൻ ശ്രീനാരായണൻ തൻ്റെ സ്ഥാനത്തെ സ്വഭക്തന് പ്രദാനം ചെയ്ത ശേഷം സൗന്ദര്യലഹരിയിലെ ഒരു ശ്ലോകമാണ് ഓർമ്മയിൽ വരുന്നത്. ഭവാനി ത്വം ദാസേ മയി വിതര ദൃഷ്ടിം സകരുണാം. ഭവാനി ത്വം ദാസേ മയി ദൃഷ്ടിം സകരുണാം. കാരുണ്യത്തോടു കൂടിയിട്ടുള്ള അവിടുത്തെ നോട്ടം, അല്ലയോ ഭവാനി, അവിടുത്തെ ദാസനിൽ പതിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരുമ്പെടുന്ന ഭക്തന്റെ ആദ്യത്തെ രണ്ട് വാക്കുകൾ കേട്ടപ്പം ഭവാനിത്വം, ഭവിക്കട്ടെ നീയായി എന്നും അതിനർത്ഥമുണ്ട്. അപ്പോൾ ഭവാനിത്വം, ഞാൻ നീയായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്ന് ധരിച്ച് ഭഗവതി തൻ്റെ സ്ഥാനത്തെ ജഡതി വളരെ പെട്ടെന്ന് ഭക്തന് കൊടുക്കുന്നു എന്നാണ്. ഭവാനിത്വം ദാസയെ മയി വിതര ദൃഷ്ടിം സകരുണാമിതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനിത്വം യിതിയ. ബാക്കി ശ്ലോകം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അത് ഈശ്വരന്മാരങ്ങനെയാണ്, അവരുടെ സ്ഥാനത്തെ കൊടുക്കുവാൻ സദാ സന്നദ്ധരാണ്. നമ്മൾ ഈശ്വരനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിലൊന്നതാണ് നമ്മുടെ സ്ഥാനം വേറെ ആരും എടുക്കാതിരിക്കുവാൻ സദാ ജാഗരൂകരായിട്ടാണ് നമ്മളിരിക്കുന്നത്. സ്ഥാനമാനങ്ങളെ ചൊല്ലിക്കലഹിച്ചും നാണം കെട്ടു നടക്കുന്നിതു ചിലർ. പൂന്താനം. അപ്പം ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ ലെറ്റ് ഗോ ആണ്. ആർക്ക് വേണമെങ്കിലും തൻ്റെ സ്ഥാനം കൊടുക്കും. കാരണം ഭഗവാൻ അറിയാം, ഭഗവാനല്ലാതെ വേറെ ആരുമില്ല. ഇവിടെ ആകെ ഉള്ളത് പരമമായത് മാത്രമാണ്. ആ അറിവ് പരമമായതിനില്ല എങ്കിൽ അത് പരമമായതാവില്ലല്ലോ. അപ്പോൾ അവിടെ ഇപ്രകാരം ധ്രുവകുമാരനാൽ സംപൂജിതനായ ഭഗവാൻ ശ്രീനാരായണൻ തൻ്റെ സ്ഥാനത്തെ സ്വഭക്തന് പ്രദാനം ചെയ്ത ശേഷം, അപ്പോൾ പിന്നെ ഭഗവാൻ തൻ്റെ സ്ഥാനത്തെ സ്വഭക്തന് പ്രദാനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ ആ സ്ഥാനം ഇല്ലാണ്ടാവുമോ? അങ്ങനെയല്ല. ഇപ്പോൾ ഒരു പൊസിഷൻ ഒഴിഞ്ഞ് വേറൊരാൾക്ക് കൊടുത്താൽ പിന്നെ ആ ആൾക്ക് ആ പൊസിഷൻ ഉണ്ടാവില്ല. അത് നമ്മുടെ ലൗകിക നിയമം പോലെയല്ല. ഭഗവാന്റെ സ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനായി തീർക്കുക എന്നർത്ഥം, പരമമായതിലേക്ക് എത്തിക്കുക എന്നർത്ഥം. തൻ്റെ സ്ഥാനം പ്രദാനം ചെയ്ത ശേഷം ബാലനായ അവൻ നോക്കി നിൽക്കേ ഗരുഡാരൂഢനായി വൈകുണ്ഠലോകത്തിലേക്ക് പോയി. ധ്രുവകുമാരനാകട്ടെ തൻ്റെ സങ്കല്പത്തിനനുസരിച്ചുള്ളതും അതിനപ്പുറം സങ്കല്പിക്കാൻ സാധ്യമല്ലാത്തതുമായ പരമോന്നത സ്ഥാനത്തെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ പ്രാപിച്ചുവെങ്കിലും അത്രയൊന്നും സന്തുഷ്ടനല്ലാതെയാണ് തൻ്റെ രാജധാനിയിലേക്ക് മടങ്ങിയത്. ഇവിടെ
നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ കൂടുതൽ എന്ത് കൊടുക്കാനാ? അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാനുള്ള അവകാശം പുനഃസ്ഥാപിക്കണം എന്ന് സമരം ചെയ്ത് നേടിയെടുക്കുന്നതിന് പകരം തപസ്സിലൂടെ നേടിയെടുക്കാൻ ശ്രമിച്ചു. ആ ശ്രമം ഫലിച്ചു. ധാരാളം കൊടുത്തു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ധ്രുവകുമാരനാകട്ടെ തൻ്റെ സങ്കല്പത്തിനനുസരിച്ചുള്ളതും അതിനപ്പുറം സങ്കല്പിക്കാൻ സാധ്യമല്ലാത്തതുമായ പരമോന്നത സ്ഥാനത്തെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ പ്രാപിച്ചുവെങ്കിലും അത്രയൊന്നും സന്തുഷ്ടനല്ലാതെയാണ് തൻ്റെ രാജധാനിയിലേക്ക് മടങ്ങിയത്. എന്തു കിട്ടിയാലും തൃപ്തി വരാത്ത മനുഷ്യൻ്റെ മനസ്സിനെയും കൂടിയാണ് ഇവിടെ വ്യാസഭഗവാൻ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത്. ഇതൊക്കെ മരണാനന്തരാണ് ആ ശ്രേഷ്ഠസ്ഥാനം. അപ്പം ജീവിച്ചിരിക്കുമ്പം പരിമിതനായ മനുഷ്യൻ തന്നെയാണ്. പരിമിതനായ മനുഷ്യൻ്റെ പ്രധാന ലക്ഷണം എന്താണ്? ഒരാൾ മനുഷ്യനാണ് എന്നെങ്ങനെയാണ് തീരുമാനിക്കുക? ഈ അതൃപ്തി, എന്ത് കിട്ടിയാലും ശരി മതിവരാ. അതാണ് മനുഷ്യൻ്റെ ട്രേഡ് മാർക്ക്. എന്ത് കിട്ടിയത്? പരമമായ പദമാണ് കിട്ടിയത്. ആഗ്രഹിച്ചതിലും കൂടുതൽ കിട്ടി. തൻ്റെ അതിനപ്പുറം സങ്കല്പിക്കാൻ സാധ്യമല്ലാത്തതുമായ പരമോന്നത സ്ഥാനം. ആ സ്ഥാനത്തെ കുറച്ചൊന്നുമല്ല ഇവിടെ വ്യാസഭഗവാൻ കാണിക്കുന്നത്. അത് പരമോന്നതമായ സ്ഥാനമാണ്. അത് ശരിക്കും വിഷ്ണു സ്ഥാനം തന്നെയാണ്. അത് കിട്ടിയിട്ടും തൃപ്തനല്ല. മനുഷ്യ ശരീരത്തിലാണ് ധ്രുവൻ ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് ഉറപ്പിച്ചു പറയുകയാണ് വ്യാസഭഗവാൻ. അതൃപ്തി മനുഷ്യൻ്റെ ഒരു മുഖമുദ്രയാണ്. അപ്പോൾ വിതുരൻ ചോദിക്കുകയാണ്. വിതുരൻ പറഞ്ഞു, ധ്രുവൻ്റേത് ഫലനിരപേക്ഷമായ നിഷ്കാമഭക്തി ആയിരുന്നില്ലല്ലോ. പ്രകൃതിജന്യമായ ദുരഭിമാനത്തിൻ്റെ ഫലമായുണ്ടായ ഭക്തി ആയിരുന്നില്ലേ അത്? സ്വാർത്ഥലാഭത്തിനായി ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഒരൊറ്റ ജന്മം കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തതായ പരമോന്നത പദവിയെ ഭഗവാൻ ശ്രീഹരിയുടെ ധ്രുവപദം, പരമോന്നത പദവിയായ ഭഗവാൻ ശ്രീഹരിയുടെ ധ്രുവപദം അവിടുത്തെ പാദസേവ കൊണ്ട് സമ്പാദിക്കാൻ സാധിച്ച ബുദ്ധിമാനായ ധ്രുവൻ ഉദ്ദിഷ്ടകാര്യസിദ്ധി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സന്തുഷ്ടനാകാതിരുന്നത്? നമുക്കുണ്ടായതുപോലത്തെ സംശയം വിതുരർക്കും ഉണ്ടാവുകയാണ്. ഇതെന്താപ്പാ ഇങ്ങനൊരു പരിപാടി? ഈ തൻ്റെ രാജധാനിയിലേക്ക് അത്രയൊന്നും സന്തുഷ്ടനല്ലാതെയാണ് മടങ്ങിയത് എന്ന മൈത്രേയ വചനം കേട്ടപ്പം സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന അതേ സംശയം വിതുരർക്കുണ്ടാവുകയാണ്. വിതുരരത് ചോദിക്കുകയാണ്. ധ്രുവൻ്റേത് ഫലനിരപേക്ഷമായ നിഷ്കാമഭക്തി ആയിരുന്നില്ലല്ലോ. പ്രകൃതിജന്യമായ ദുരഭിമാനത്തിൻ്റെ ഫലമായുണ്ടായ ഭക്തി ആയിരുന്നില്ലേ അത്? സ്വാർത്ഥലാഭത്തിനായി ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഒരൊറ്റ ജന്മം കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തതായ പരമോന്നത പദവിയായ ഭഗവാൻ ശ്രീഹരിയുടെ ധ്രുവപദം അവിടുത്തെ പാദസേവ കൊണ്ട് സമ്പാദിക്കാൻ സാധിച്ച ബുദ്ധിമാനായ ധ്രുവൻ ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സന്തുഷ്ടനാകാതിരുന്നത്? വിതുരൻ്റെ ഈ ചോദ്യത്തിലൂടെ വ്യാസഭഗവാൻ നമുക്ക് നേരത്തെ നമ്മൾ ചിന്തിച്ച ആശയം ഒന്നും കൂടി ഉറപ്പിച്ച് തരികയാണ്. നിഷ്കാമ ഭക്തിയോട് കൂടിയതല്ലാതിരുന്നിട്ടും പ്രകൃതിജന്യമായ ദുരഭിമാനത്തിൻ്റെ ഫലമായുണ്ടായ ഭക്തിയായിരുന്നിട്ടും ഭഗവാന്റെ ഒരൊറ്റ ജന്മം കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയാത്തതുമായ പരമമായ പദത്തെ ധ്രുവന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചു. അപ്പം നിഷ്കാമരാണോ സകാമരാണോ എന്നുള്ളതല്ല പ്രധാനമായിട്ടും. പിന്നെയോ ഈശ്വരോന്മുഖരാണോ എന്നുള്ളതാണ് ചോദ്യം. ഈശ്വരോന്മുഖരായിട്ട് എന്ത് ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടിയായിക്കൊണ്ടും തപസ് ചെയ്താലും അതിൻ്റെ ഫലം ഉത്തമമായിരിക്കും. പക്ഷെ ഇവിടെ സ്വാഭാവികമാണ് ഈ ചോദ്യം. അവിടുത്തെ പാദസേവ കൊണ്ട് സമ്പാദിക്കാൻ സാധിച്ച ബുദ്ധിമാനായ ധ്രുവൻ ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സന്തുഷ്ടനാകാതിരുന്നത്? ബാലൻ എന്ന് ഇടയ്ക്ക് വിളിക്കും. ബുദ്ധിമാനായ ബാലൻ ധ്രുവൻ എന്നൊക്കെ പറയും. അപ്പം ബാലന് ഇത്രയൊക്കെ ബുദ്ധി ഉണ്ടാവുമോ? ഉണ്ടാകും. ഈശ്വരോന്മുഖമായ തപസ്സുകൊണ്ടാണ് ആ അഭീഷ്ടസിദ്ധി ഉണ്ടാകേണ്ടത് എന്ന തിരിച്ചറിവ് ബുദ്ധിയുടെ ലക്ഷണമാണ്.
ഈശ്വരോന്മുഖമായ തപസ്സുകൊണ്ടല്ലാതെ അഭീഷ്ടസിദ്ധി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ബുദ്ധിയില്ലായ്മയുടെ ലക്ഷണമാണ്. അപ്പൊ ഇവിടെ ധ്രുവനെ ബുദ്ധിമാൻ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം അദ്ദേഹം കൃത്യമായിട്ടുള്ള തീരുമാനമെടുത്തു. തൻ്റെ അഭീഷ്ട സാധ്യത്തിനു വേണ്ടി ഈശ്വരനെ ഉപാസിക്കുകയാണ് വേണ്ടത് എന്ന കൃത്യമായ തീരുമാനമെടുത്തതുകൊണ്ട് ബാലനാണെങ്കിലും ആ ബാലൻ ബുദ്ധിമാൻ. അപ്പോൾ ബുദ്ധിമാനായ ധ്രുവൻ ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സന്തുഷ്ടനാകാതിരുന്നത്? അതൊരു ചോദ്യമാണ്. സന്തുഷ്ടി ഉണ്ടാകേണ്ടതിനായിട്ടുള്ള എല്ലാ ചേരുവകളും ഭഗവത് അനുഗ്രഹത്തിൽ ഉണ്ടായിരുന്നു. ഭൗതികമായ സുഖത്തിൻ്റെ ധാരാളിത്തം, സുഖാനന്തരം പരമമായ പദം. എന്നിട്ടും എന്തുകൊണ്ടാണ് സന്തുഷ്ടനാകാതിരുന്നത്? ഇപ്രാവശ്യം നമുക്ക് ഇവിടെ നിർത്തി. അടുത്ത പ്രാവശ്യം മൈത്രേയ മുനി ഈ ചോദ്യത്തിന് മറുപടി എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കാം.